ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാരറ്റ് റൈസ് ആണ്. ഈ ക്യാരറ്റ് റൈസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വെറുതെ ഒരു കഴിക്കാനാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റൈസിലിടുന്നത്. അതുകൊണ്ട് കുട്ടികളൊന്നും അറിയില്ല ഇതിനകത്ത് ക്യാരറ്റ് കിടപ്പുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവർ കഴിച്ചോളും കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റൈസിനകത്ത് നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല. അത്രയ്ക്ക് സിമ്പിളാണ്. ഒരു പുലാവ് പോലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ക്യാരറ്റ് റൈസ്. അപ്പോൾ ക്യാരറ്റ് റൈസിൻ്റെ കൂടെ നമുക്ക് സാധാ പോലെ തന്നെ ചിക്കൻ കറി ആണെങ്കിലും മട്ടൻ കറി ആണെങ്കിലും എന്ത് സൈഡ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കപ്പോൾ നമ്മളുടെ ക്യാരറ്റ് റൈസിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ 2 മീഡിയം ക്യാരറ്റ്സിനെയും നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒരുപാട് ബട്ടർ ചേർക്കണ്ടല്ലോ, കുറച്ച് നമ്മൾ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം അതിനുശേഷം നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്പൈസസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പട്ട, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, അതുപോലെ 4 ഏലക്കായ, അതുപോലെ തന്നെ 2 ബേ ലീഫും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ജീരകം ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോൾ കുരുമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതൊന്ന് കടിക്കുമ്പോൾ ഇച്ചിരി ഗ്യാസ് കിട്ടലോ അതിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് സേവ് ചെയ്യുന്നൊരു സാധനമാണ് ഈ പെപ്പർ. അപ്പം ഹോൾ പെപ്പറായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പോയിന്റിൽ നമ്മൾ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. കാരണം നമ്മുടെ ക്യാരറ്റിനെ ഒത്തിരി അങ്ങ് കുക്കാക്കി സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് ആ ഒരു പച്ച ഇത് മാറാതെ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. നമ്മൾ പുലാവൊക്കെ ആക്കി എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷെ ഞാനൊരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഞാൻ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അരി എത്രയും വേവ് ഉണ്ടെന്ന് നിങ്ങൾക്കല്ലേ അറിയാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമോ 2 കപ്പ് വെള്ളമോ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ അരിയുടെ ഒരു വേവ് അനുസരിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി വേണം, കുറച്ച് കുഴഞ്ഞിട്ട് വേണോ അതോ നല്ല തമ്മി ഒട്ടാതെ കിടക്കണോ, അത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല കുഴഞ്ഞ് വേണമെങ്കിൽ 2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. തമ്മി വിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി 1 കപ്പ് അരിക്ക്. അങ്ങനെ 2 കപ്പ് വെള്ളം. രണ്ട് കപ്പ് 1.25 കപ്പ് മതിയായിരിക്കും. 1.25 കപ്പ് വെള്ളം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കും.
അപ്പോൾ അതാ ഇനിയിപ്പം നമ്മുടെ അരി ഒക്കെ നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം, അതായത് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കുക. അരി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം ഉപ്പ് കുറച്ച് കയറി കിടന്നാൽ മാത്രമേ നമ്മുടെ ചോറ് കുക്കായി വരുമ്പോൾ നല്ല പാകത്തിനുള്ള ഉപ്പാവുള്ളൂ. ലേശം കയറി കിടക്കണം വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ. അതിനുശേഷം നമ്മുടെ അരി ആഡ് ചെയ്ത് കൊടുക്കുക. അരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വെട്ടിത്തിളയ്ക്കാനായിട്ട് സമ്മതിക്കാം. ഇത് കണ്ടോ, ഇപ്പം നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് ഈ ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് ഒരു ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുവരാം. ലോ ഫ്ലെയിമിൽ അതങ്ങനെ ഇരിക്കട്ടെ. ഒരു 15-20 മിനിറ്റ് ആ ചോറ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. കാരണം ആ ഇരിക്കുന്ന പ്രഷറിൽ തന്നെ ഇരുന്നിട്ട് വേണം നമ്മുടെ ചോറൊന്ന് നന്നായിട്ട് കുക്കായി വരാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഈ പ്രഷർ അങ്ങ് പോകുമ്പോൾ നമ്മുടെ ചോറ് മതി ഹാഫ് കുക്ക് അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ അതിനെ തുറക്കാതെ അങ്ങനെ തന്നെ ഒരു 15-20-25 മിനിറ്റ്സ് ഇരുന്നാലും കുഴപ്പമില്ല. ഏറ്റവും ലോ സിമ്മിൽ വെക്കുക. അപ്പോൾ അത് ആ ചൂടിലിരുന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരും. കണ്ടോ, ഇപ്പം ഞാനൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇതൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് കുക്കായി തമ്മി ഒട്ടാതെ നല്ല വിട്ട് കിടക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ക്യാരറ്റ് റൈസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് റൈസ് എന്നോ ക്യാരറ്റ് പുലാവെന്നോ വിളിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് റൈസ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ക്യാരറ്റ് റൈസ് ഒന്ന് നമുക്ക് വിളമ്പിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് റൈസിൻ്റെ കൂടെ ഇന്ന് ഞാൻ സെർവ് ചെയ്യുന്ന സൈഡെന്ന് പറയുന്നത് ചിക്കൻ 65 ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ആയിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൂട്ടാം. ഇല്ലെങ്കിൽ ഗ്രേവി ഉള്ള എന്തെങ്കിലും കറി ആണെങ്കിൽ കൂടെയും നന്നായിട്ട് ഇതിന് സൈഡായിട്ട് പോകുന്നൊരു ഡിഷാണ് നമ്മുടെ ക്യാരറ്റ് റൈസ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എങ്ങനെയാണ് ക്യാരറ്റ് റൈസ് പ്രിപ്പയർ ചെയ്യാമെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ, നിങ്ങൾക്ക് സിമ്പിളായിരുന്നോ, ഇങ്ങനെയൊക്കെ ഉള്ള റിവ്യൂസ് നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോഴാണ് നമുക്കും ഒരു സന്തോഷം കിട്ടുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നറിയുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും കമൻറ്റ്സ് അല്ലെങ്കിൽ റിവ്യൂസൊക്കെ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കുക റെസിപ്പീസിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സുലൈമാനി ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറഞ്ഞു. ഒത്തിരി ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അതേപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആണെന്നും കുറേ പേര് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.